ഇന്ന് നമുക്ക് മാർബിൾ ഹോംസിലൂടെ ഒരു 4 ബെഡ്റൂം വീട് പരിചയപ്പെടാം. 4 സെന്റിൽ 1945 സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് പണിതിരിക്കുന്നത്. ഞാൻ പ്രിയ, എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ് കാണുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്, അടുത്തൊക്കെ വീടുകളിൽ ആളുകൾ താമസമുള്ളതാണ്. 4 സെന്റിൽ 1945 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളാണ് വീടിനുള്ളത്. ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടുമാണ് വരുന്നത്. മുകളിലുള്ള ബാൽക്കണിയുടെ പോർഷനുള്ള വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈൻ ആണ്. അതിനകത്ത് സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിലായിട്ട് ഭംഗിയുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ പെയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് പെയിന്റിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺസും നോർമൽ സ്റ്റോൺസും ഒക്കെ മിക്സ് ചെയ്താണ് വിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാർ നിങ്ങൾക്ക് കവേർഡ് ആയിട്ടുള്ള ഈ ഒരു പോർഷന്റെ അണ്ടറിൽ പാർക്ക് ചെയ്യാം. പോർഷന്റെ മുകളിലൊക്കെ നോക്കുവാണെങ്കിലും സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ചെറിയൊരു രണ്ടാമത്തെ കാറും അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി നോക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഏരിയ ആണ് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിലൂടെ പോകുമ്പോൾ ആ ഒരു വഴി നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. ഗേറ്റിന്റെ ഈ ഒരു ഭാഗത്ത് കോർണർ പോർഷനിലായിട്ട് ചെറിയൊരു പ്ലാന്റ് ബോക്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. വീടിന്റെ റൈറ്റ് സൈഡിന്റെ എൻഡിലായിട്ട് വർക്ക് ഏരിയ വരുന്നുണ്ട്. അവിടെ വരെ വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഈ സ്ഥലം എവിടെയാണെന്നും ഓരോ സ്ഥലത്തേക്കും ഡിസ്റ്റൻസും ഒക്കെ അറിയണ്ടേ? എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും 700 മീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. പൂക്കാട്ടുപടി ജംഗ്ഷൻ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെറും 1.5 കിലോമീറ്റർ ആണ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ. ആലുവ ഭാഗം നോക്കുവാണെങ്കിൽ 8.8 കിലോമീറ്റർ. എയർപോർട്ട് വളരെ ഈസിയാണ്. വെറും 18 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതുപോലെ ലെങ്തി ആയ ഒരു സിറ്റ് ഔട്ട് വീട്ടിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മെജോറിറ്റി വുഡുകളൊക്കെ വരുന്നത് ടീക്ക് വുഡിലാണ്. ഫ്രണ്ടിലത്തെ ഒരു വിൻഡോയും ഡോറും ഒക്കെ നോക്കുവാണെങ്കിൽ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ദർശനമൊക്കെ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. വീട് കാണാൻ വരുമ്പോൾ എല്ലാവരുടെയും ഡിമാൻഡ് വലിയ ലിവിംഗ് സ്പേസ് വേണമെന്നാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും ആപ്റ്റ് ആയ ഒരു വീടാണ്. വലിയൊരു ലിവിംഗ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. 14 അടി നീളവും 11.5 അടി വീതിയുമുള്ള വലിയൊരു ലിവിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ വരുമ്പോൾ ഭംഗിയായിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. താഴെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന കബോർഡുകളും ഇവിടെ ഓപ്പൺ ഷെൽഫുകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. റൂഫ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു പോർഷനിൽ മാത്രം പാനലിംഗ് വർക്ക് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളും ബാക്കി വരുന്ന പോർഷനിൽ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ആണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. ലിവിംഗ് സ്പേസിന് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടേക്കായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാനുള്ള വഴി വരുന്നത്. ഇതുപോലൊരു ഡിസൈനിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. 10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. 2 ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിൽ ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫും വളരെ സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ടും സൗകര്യത്തോടും കൂടിയിട്ടാണ് ബാത്റൂം വരുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം നോക്കുവാണെങ്കിൽ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസും ഒരു ബെഡ്റൂമും നമ്മൾ കണ്ടു. നമുക്കിനി ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഡൈനിങ്ങിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള പോർഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ്. സ്റ്റോറേജ് സ്പേസും കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. ഇവിടുത്തെ എല്ലാ വിൻഡോസിനും പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയ കിട്ടുന്നുണ്ട്. 12 അടി നീളവും 9.5 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കിട്ടുന്നത്. റൂഫ് നമുക്ക് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആണ്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടൊരു ഷാൻലിയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ ഇവിടെയാണ് വരുന്നത്. ജെറയുടെ വാഷ് ബേസിനാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് അതിന് വേണ്ടിയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാനലിംഗ് വർക്കുകളും താഴെ കബോർഡുകളും കിട്ടുന്നുണ്ട്. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചണിന്റെ സ്ഥാനം. ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസ് ഒക്കെ സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൽ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സും ചെറിയ LED ലൈറ്റുകളും ഒക്കെ കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് 3 ലെയറിലാണ്. നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. നല്ല ബീജ് ഷെയ്ഡിൽ ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്.
വിൻഡോസ് കിട്ടുന്നുണ്ട്, സിങ്ക് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. റൂഫില് സിമ്പിൾ ആയിട്ടൊരു വർക്കാണ്, എങ്കിൽ പോലും ആ ഒരു പോർഷനിലൊക്കെ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് റൂഫും സൈഡിലും ഒക്കെ രണ്ട് ഭാഗത്ത് ഡോറുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. അതിന്റെ ചുറ്റിനും നമുക്ക് അത്യാവശ്യം സ്പേസും കിട്ടുന്നുണ്ട്. താഴത്തെ ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. 14-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. 2 സിംഗിൾ വിൻഡോസ് അവിടെയും ഇവിടെ 3 വിൻഡോസും വരുന്നുണ്ട്. അതിനടുത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ടാണെങ്കിൽ പോലും അത്യാവശ്യത്തിന് വർക്കുകളും ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം എവിടെയാണ്, ഫിറ്റിംഗ്സ് ചെറിയടെയാണ്. ടൈലുകളൊക്കെ ഭംഗിയായ കോമ്പിനേഷനിലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്നതിന്റെ മുകളിൽ ഭംഗിയായിട്ട് ഒരു ഷാൻലിയർ നമ്മൾ കണ്ടതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കോളൂ, നിങ്ങൾക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണുന്ന ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് സേഫ് ആയിട്ട് ചെയ്തിരിക്കുന്ന യൂട്ടിലിറ്റി സ്പേസ് ആണ്. സ്റ്റെപ്പുകൾ നോക്കിക്കോളൂ, മുകളിലേക്ക് പോകാൻ സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടു. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്ന് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ടോട്ടലി മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 14-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. ചുറ്റിനും നോക്കിയാൽ ആവശ്യത്തിന് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫ് ആണെങ്കിലും ഔട്ടർ പോർഷനുകളിലൊക്കെ കുറച്ച് പ്രൊഡക്ഷൻ കൊടുത്തിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറ് നല്ലൊരു ഡിസൈനിലാണ് വരുന്നത്. താഴെ കണ്ടതുപോലെ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും ഫിറ്റിംഗ്സ് സെറയുടെയാണ് വരുന്നത്. താഴത്തെ ലിവിംഗ് സ്പേസ് പോലെ വളരെ വൈഡ് ആയിട്ട് തന്നെയാണ് മുകളിലെ അപ്പർ ലിവിംഗ് സ്പേസും ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, എത്ര സ്പേഷ്യസ് ആണ് ഈ ഒരു ഭാഗം കാണുന്നത്. രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. TV വെക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വോളിലാണ് അറേഞ്ച്മെന്റ് ചെയ്യാവുന്നത്. ഇതൊരു വലിയ ഹാളാണ്. സ്റ്റാർട്ടിങ് തുടങ്ങി അപ്പർ ലിവിംഗ് വരെ നല്ലൊരു വലിയ ഏരിയ തന്നെ കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ഫർണിച്ചേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഭംഗിയായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിന്റെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും വളരെ സിമ്പിൾ ആയ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂം കാണുന്നതിന് മുമ്പ് നമുക്ക് ബാൽക്കണി ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി. അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെ ബാൽക്കണിക്കും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് പാനലിംഗ് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 11-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. സ്ട്രേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വലിയൊരു വാർഡ്രോബ് കാണാം. ഇവിടെയായിട്ടും ഒക്കെയാണ് വിൻഡോസ് വരുന്നത്. റൂഫിലാണെങ്കിൽ സിമ്പിൾ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ കണ്ട 3 ബാത്റൂമുകളെയും സെയിം ഡിറ്റോ തന്നെയാണ്. അതേ മോഡലും അതേ കളർ കോമ്പിനേഷനും അതേ സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ടില്ലേ? നല്ലൊരു ബഡ്ജറ്റിൽ നല്ലൊരു സ്ഥലത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് ഇന്ന് പരിചയപ്പെട്ടത്. 4 സെന്റ് സ്ഥലത്ത് 1945 സ്ക്വയർ ഫീറ്റ് ആണ്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1945 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വലിയൊരു ലിവിംഗ് സ്പേസ് താഴെയും വലിയൊരു അപ്പർ ലിവിംഗ് സ്പേസ് മുകളിലും കിട്ടുന്നുണ്ട്. സെപ്പറേറ്റ് യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. വെൽ വാട്ടർ ഉണ്ട്. എന്താണ് ഇവിടെ ഇല്ലാത്തത്? ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ? എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിക്ക് വളരെ അടുത്താണ്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ 1.5 കിലോമീറ്റർ ആണ്. പക്ഷെ ബസ് റൂട്ടിൽ നിന്ന് വെറും 700 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാവുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ ഒരു വീട് വരുന്നത്. നിങ്ങൾക്ക് ഈ വീട് 85 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. 85 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ്. തീർച്ചയായിട്ടും മാതൃ ഹോംസ് വഴി വരുമ്പോൾ നെഗോഷ്യബിൾ ആണ്. ലോൺ ഫെസിലിറ്റി ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. സ്ക്രീനിൽ നമ്മുടെ നമ്പറുകളുണ്ട്. നിങ്ങൾ വിളിക്കുമ്പോൾ കോൾ എടുത്തില്ല എങ്കിൽ വാട്സാപ്പിൽ ജസ്റ്റ് ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കോള് തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക, വീട് സ്വന്തമാക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.